ഹായ് എവരിവൺ, വെൽക്കം ടു മദേഴ്സ് സ്പെഷ്യൽ റെസിപ്പി. ഇന്ന് ഒരു സ്നാക്ക് ആയിട്ടാണ് മദേഴ്സ് സ്പെഷ്യലിൽ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, മിനിമം ഇൻഗ്രീഡിയൻസ് മതി, ഹെൽത്തിയാണ്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയും ശർക്കരയും റോബസ്റ്റ പഴമാണ്. അപ്പോൾ നേന്ത്രപ്പഴത്തിനേക്കാളും കൂടുതൽ നല്ലത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ റോബസ്റ്റ പഴം, ഞാനൊരു 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഒരു കപ്പിലേക്ക് 2 റോബസ്റ്റ പഴം മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഈ പഴം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴത്തിനെ ആ മാവുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് പഴം അങ്ങനെ കുത്തി ഇങ്ങനെ സ്മാഷാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത പഴമൊക്കെ പൊടിയുമായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം അതിനാവശ്യമായിട്ടുള്ള ശർക്കര, നമുക്ക് ശർക്കര ചീകിയെടുത്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നാളികേരമൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം, ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചപ്പാത്തി പരത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ചപ്പാത്തി പരത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട്. അപ്പോൾ നമുക്കിത് ബനാന ബോൾ പോലെ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാതെ ഹെൽത്തി ആയിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് പകരം നമുക്കൊരു തവ വെച്ചിട്ട്, അടി കട്ടിയുള്ള തവയായിരിക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഓരോ ബോളുകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ തവയിൽ വെച്ചിട്ടാണ് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഒട്ടി പിടിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ്സിൽ വെള്ളം അടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് കൈ ഇടയ്ക്ക് മുക്കി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് അതിനെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് 2 സൈഡ് നമുക്ക് മൊരിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യ് തടവി കൊടുക്കാം, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ 2 സൈഡ് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം.
അപ്പോൾ ഇതേ സ്നാക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ശർക്കര മെൽറ്റ് ചെയ്ത് വന്ന കാരണമാണ് ആ ശർക്കര മെൽറ്റ് ചെയ്ത ബ്രൗൺ കളറായിട്ട് കാണുന്നത്. അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.